ഫങ്ഷണൽ അനാലിസിസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഹാൻ ബനാക് തിയറം. സോ ഹാൻ ബനാക് തിയറത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന രണ്ട് റിസൾട്ടുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. ലെറ്റ് എക്സ് ബി എ ലീനിയർ സ്പേസ് ഓവർ ആർ ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ്, then any bounded linear functional on E can be extended to x without affecting the norm. ഇതാണ് ഹാൻ ബനാക് എക്സ്റ്റൻഷൻ തിയറം നമ്മളോട് പറയുന്നത്. ആൻഡ് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, if L is a subspace of a normed space X and let small x element of capital X such that distance of X and L, which is denoted by D, is greater than 0, then there exists a bounded linear functional f with a norm 1 such that f maps L to 0 and f of x is equal to D. അതായത് നമ്മളൊരു സബ്സ്പേസ് എടുക്കുന്നു, ആ സബ്സ്പേസിൽ നിന്ന് പോസിറ്റീവ് ഡിസ്റ്റൻസിലുള്ള ഒരു എക്സും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത സബ്സ്പേസിനെ മുഴുവനായിട്ട് സീറോയിലേക്ക് കൊണ്ടുപോകുന്ന, എന്നാൽ എക്സിനെ അങ്ങനെ കൊണ്ടുപോകാത്ത ഒരു ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ലാസ്റ്റ് കൊറോളറി നമ്മളെ പഠിപ്പിച്ചത്. സോ അടുത്ത റിസൾട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് അനിഹിലേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ലെറ്റ് എൽ ബി എ സബ്സ്പേസ് ഓഫ് എ നോംഡ് സ്പേസ് എക്സ്, ദെൻ അനിഹിലേറ്റർ ഓഫ് എൽ ഇസ് ഡിഫൈൻഡ് ആസ്, നൊട്ടേഷൻ വീണ്ടും എൽ പെർപ്പ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് വിച്ച് ടേക്സ് എൽ ടു 0. എല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് സീറോയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ അനിഹിലേറ്റർ ഓഫ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഷുവറാണ്, ഈ കളക്ഷനിൽ 0 എന്ന് പറയുന്ന ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഉണ്ടാവും. അതായത് വി നോ ദാറ്റ് 0 ടേക്സ് ദ എൻറ്റയർ എക്സ് ടു 0. അപ്പോൾ ഇൻ പർട്ടിക്കുലർ എൽ എന്ന് പറയുന്ന സബ്സ്പേസിനെയും അത് സീറോയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും 0 എന്ന് പറയുന്നത് ഈ എൽ പെർപ്പിലുള്ള ഒരാളായിരിക്കും. അതുകൂടാതെ ഇപ്പോൾ നമ്മളെടുത്തു കഴിഞ്ഞ കൊറോളറി പ്രകാരം, യു ടേക്ക് any subspace L and take any x which is at a positive distance from L, then നമുക്ക് എല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് സീറോയിലേക്കും എക്സിനെ സീറോയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കളക്ഷനിൽ എന്തായാലും പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ അനിഹിലേറ്ററിന് എന്താണ് പ്രത്യേകതയുള്ളതെന്ന്. സപ്പോസ് F1 and F2 ആർ in this annihilator of L, and ആൽഫ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആണെന്ന് വിചാരിക്കുക. then I am going to prove that F1 plus F2 and scalar multiple of these are all in L perp. L perപ്പിലുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് f of L equal to 0 എന്ന് കാണിക്കണം. f of L equal to 0 means f of x equal to 0 for all x in L എന്നാണ് കാണിക്കേണ്ടത്. So I am taking an x element of L arbitrarily. Then alpha f1 plus f2 of x എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു f1 of x പ്ലസ് ആൽഫ ഇൻറ്റു f1 of x പ്ലസ് f2 of x എന്നായിരിക്കും. അതിൽ f1 of x ഉം f2 of x ഉം 0 ആയതുകൊണ്ട് ഇത് 0 ആയി പോകും അല്ലേ. സോ ഇത് ഏത് എക്സ് എല്ലിൽ നിന്ന് ആർബിട്രറി ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണേ. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ആൽഫ f1 പ്ലസ് f2 ഓഫ് എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു f1 of L പ്ലസ് f2 of L, and f1 of L is 0, f2 of L is 0, so that this is equal to 0. So we know that alpha f1 plus f2 എന്ന് പറയുന്നത് അനിഹിലേറ്റർ ഓഫ് എല്ലിൽ തന്നെയുള്ള ഒരു എലമെൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഞാനൊരു F1 എന്ന് പറയുന്ന സീക്വൻസ് എൽ പെർപ്പിൽ നിന്ന് എടുക്കുകയാണ്. അനിഹിലേറ്റർ എല്ലിൻ്റെ അനിഹിലേറ്റേഴ്സിൻ്റെ കളക്ഷനിൽ നിന്ന് ഒരു സീക്വൻസ് എടുക്കുന്നു. And suppose this sequence converges to f in x star. കൺവെർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്.
അപ്പോൾ അതിൻ്റെ ലിമിറ്റാണ് എഫ് എന്ന് പറയുന്നത്. ഈ എഫ് എക്സ് സ്റ്റാറിലുണ്ട്. ഇനി ഒരു എക്സ് എൽ പർപ്പിലുള്ളതാണ്. ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എൽ എഫ് എൻ ഓഫ് എക്സ് വിൽ കൺവേർജ് ടു എഫ് ഓഫ് എക്സ്. കാരണം എഫ് എൻ കൺവെർജസ് ടു എഫ് ആണ്. സോ എഫ് എൻ ഓഫ് എക്സ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. വൈ? എഫ് എൻ ഓഫ് എക്സുകളെല്ലാം 0 ബിക്കോസ് എക്സ് ഈസ് ഇൻ എൽ. എക്സ് എല്ലിലാണ്. എഫ് എൻ എന്ന് പറയുന്നത് എൽ പരപ്പിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ എഫ് എൻ ഓഫ് എക്സുകളും 0 ആയിരിക്കും. ഓക്കെ. സോ എഫ് എൻ ഓഫ് എക്സ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. യു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് എൽ, വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് ക്യാപിറ്റൽ എൽ ഈക്വൽ ടു 0. സോ ഈ എഫ് എന്ന് പറയുന്നതും അനിഹിലേറ്റേഴ്സിൻ്റെ കളക്ഷനിൽ തന്നെയുള്ള ഒരാളാണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ആദ്യം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സ്പേസ്. ഇപ്പോൾ പറയുന്നു കൺവെർജൻറ്റ് സീക്വൻസുകളുടെ എല്ലാം ലിമിറ്റ് അതിൽ തന്നെയുണ്ട്. സോ ദിസ് ഈസ് ക്ലോസ്ഡ്, സോ ദാറ്റ് ദിസ് അനിഹിലേറ്റർ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ദ ഡുവൽ സ്പേസ്. ഓക്കെ. ക്ലോസ്ഡ് സബ്സ്പേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. എൽ പർപ്പ് എന്നുള്ള നൊട്ടേഷൻ നമ്മൾ ഓൾറെഡി എൽ എന്ന് പറയുന്ന സബ്സ്പേസിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിനെ വിളിച്ചിരുന്ന പേരാണ് എൽ പർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതിനെ എൽ പർപ്പ് എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസിൽ അനിഹിലേറ്റർ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എൽ പർപ്പ് നമ്മൾ മുമ്പ് പഠിച്ച എൽ പർപ്പിനോട് അതിനോട് ഐസോമോർഫിക് ആയിരിക്കും ഈ അനിഹിലേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെയിം നൊട്ടേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഞാൻ എടുക്കുന്നത് ഡുവൽ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് എടുക്കുന്നു. എഫ് എന്ന് പറയുന്നത് ഡുവൽ സ്പേസിൻ്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ അനിഹിലേറ്റർ ഈ എക്സ് സ്റ്റാർ ഡുവൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ സ്പേസ് ആണ്. അതിൻ്റെ ഒരു സബ്സ്പേസ് ഞാനിവിടെ എടുത്തിരിക്കുന്നു. സോ ദാറ്റ് എനിക്ക് അതിൻ്റെ അനിഹിലേറ്ററിനെ പറ്റി ചിന്തിക്കാം. എന്താണ് ഈ എഫിൻ്റെ അനിഹിലേറ്റർ? എഫിൻ്റെ അനിഹിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക ഈ ഡുവൽ സ്പേസിലെ എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ബിക്കോസ് വി ആർ കൺസിഡറിങ് സബ്സ്പേസ് ഓഫ് എ ഡുവൽ സ്പേസ്. അപ്പോൾ ഇതിൻ്റെ അനിഹിലേറ്റർ എടുക്കുമ്പോൾ അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡുവൽ സ്പേസിൻ്റെ ഡുവൽ സ്പേസ്. അതിനെയാണ് ഞാനിവിടെ എക്സ് ഡബിൾ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഫൈ ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് സ്റ്റാർ. അതുകൊണ്ടാണ് ഫൈ എലമെൻറ്റ് ഓഫ് എക്സ് ഡബിൾ സ്റ്റാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഫൈ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള എല്ലാ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസിൻ്റെയും കൂടി കളക്ഷനാണ് നമ്മുടെ എഫ് പർപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയൊരു സംഭവം ഡിഫൈൻ ചെയ്യാണ്. എഫ് അണ്ടർ പർപ്പ് എന്ന് ഞാൻ തൽക്കാലം ഇതിനെ വിളിക്കാം. എഫ് അണ്ടർ പർപ്പ് ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് where f of x equal to 0 for all f element of capital F. അതായത് നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ് സ്റ്റാർ. ഓക്കെ. അതിലുള്ള ഓരോ ഫങ്ഷണലായിട്ട് എടുക്കുന്നു. സ്മോൾ എഫ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ്. എന്നിട്ട് ഈ സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന എല്ലാ എക്സുകളുടെയും കൂടി കളക്ഷൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന എല്ലാ എക്സുകളുടെയും കൂടി കളക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കേർണൽ ഓഫ് എഫ്. ഓക്കെ. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കേർണൽ ഓഫ് എഫിൽ ഉണ്ടായാൽ പോരാ, ക്യാപിറ്റൽ എഫിലുള്ള എല്ലാ എഫിൻ്റെയും കേർണൽ ഉണ്ടാവണം. സോ ആക്ച്വലി ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റർസെക്ഷൻ ഓഫ് കേർണൽ ഓഫ് എഫ് വെർ എഫ് വാരീസ് ഓവർ ക്യാപിറ്റൽ എഫ്. ഓക്കെ. സോ ക്യാപിറ്റൽ എഫിലുള്ള എല്ലാ സ്മോൾ എഫുകളും എടുക്കുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കേർണലുകളുടെ ഇൻ്റർസെക്ഷനെയാണ് നമ്മളിവിടെ എഫ് അണ്ടർ പർപ്പ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ
ഇതും ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? എഫ് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ആണല്ലോ. എഫ് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ആകുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് എഫ് ഈസ് കണ്ടിന്യൂസ്. എ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കേർണൽ ഈസ് ക്ലോസ്ഡ്. സോ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ആൻഡ് ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇസ് അഗെയിൻ ക്ലോസ്ഡ്. സോ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് അണ്ടർ പരപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആയിരിക്കും. ഞാൻ നമ്മൾ അടുത്ത കൊറോളറിയിലേക്ക് കിടക്കുകയാണ്. ഈ കൊറോളറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എൽ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ്, ഇതുവരെ ഡെഫിനിഷനിലൊന്നും നമ്മൾ ക്ലോസ്ഡ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടില്ല. ഇഫ് എൽ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ്, ദെൻ ദ അണ്ടർ പർപ്പ് ഓഫ് എൽ പർപ്പ്, അതായത് അനിഹിലേറ്ററിൻ്റെ അണ്ടർ പർപ്പ് ഇസ് ഈക്വൽ ടു എൽ. സോ നമുക്ക് നോക്കാം, എൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അനിഹിലേറ്റർ എൽ പർപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് ആണ്. ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ഡുവൽ സ്പേസ് എക്സ് സ്റ്റാർ ആണ്. ദെൻ വാട്ട് ഇസ് മെൻ ബൈ എൽ പർപ്പ് പർപ്പ്? എൽ പർപ്പ് പർപ്പ് മീൻസ്, look at the notation, annihilatorinde perp, under perp, that is equal to set of all x element of x where f of x equal to 0 for all f element of annihilator of L. ഓക്കെ, ഇതും ക്ലോസ്ഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു എക്സ് സ്റ്റാറിൻ്റെ ഏത് സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാലും, ഡുവൽ സ്പേസിൻ്റെ ഏത് സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അണ്ടർ പർപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ആയിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എഫ് എന്ന് പറയുന്നത് എൽ പർപ്പിലുള്ളതാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എൽ പർപ്പിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, അനിഹിലേറ്ററിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫ് ഓഫ് ക്യാപിറ്റൽ എൽ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ എല്ലിലുള്ള എല്ലാവരും കേർണൽ ഓഫ് എഫിലുണ്ട് എന്നാണ്. സോ എൽ ഈസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ എവറി എഫ് എലമെൻറ്റ് ഓഫ് എൽ പർപ്പ്. എൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ കേർണൽ ഓഫ് എഫ് എന്നുള്ളത് ഈ അനിഹിലേറ്റർ ഓഫ് എല്ലിലുള്ള എല്ലാ എഫുകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ എൽ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് കേർണൽ ഓഫ് എഫിലുണ്ടായിരിക്കും. ഈ ഇൻ്റർസെക്ഷൻ ഓഫ് കേർണൽ ഓഫ് എഫിനെയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ എൽ ഇസ് കണ്ടെയ്ൻഡ് ഇൻ അണ്ടർ പർപ്പ് ഓഫ് അനിഹിലേറ്റർ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ റിവേഴ്സ് ഇനീക്വാലിറ്റിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഞാനെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കുക. ഐ എം ടേക്കിംഗ് എക്സ് ഇസ് നോട്ട് ഇൻ എൽ. എക്സ് ഇസ് നോട്ട് ഇൻ എൽ. എൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ദെൻ കൊറോളറി 5 നമ്മൾ ഈ സെഷൻ്റെ തുടക്കത്തിൽ ഒന്നും കൂടി ഓർമ്മിച്ചിരുന്നു. എന്താണ് കൊറോളറി 5 എന്ന്? ഇഫ് എൽ ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ് ആൻഡ് എക്സ് is an element of capital X such that dxl is greater than 0, then there exists a bounded linear functional f in x star such that f of l equal to 0 and f of x is equal to d. Okay, and d പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ d നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കേർണൽ ഓഫ് എഫിൽ ഇല്ല. ഓക്കെ, കേർണൽ ഓഫ് എഫിൽ ഇല്ലെങ്കിൽ എല്ലാ കേർണൽ എഫുകളുടെയും കൂടി ഇൻ്റർസെക്ഷനിലുണ്ടാവുമോ? അതുമില്ല. അതായത് ഈ എക്സ് എന്ന് പറയുന്നയാൾ അനിഹിലേറ്ററിൻ്റെ അണ്ടർ പർപ്പിൽ ഇല്ലാത്ത ഒരാളാണ്. എന്താ കിട്ടിയത്? എക്സ് എല്ലിലില്ലെങ്കിൽ എൽ പർപ്പിലില്ല. അതായത് എൽ പർപ്പിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലിലുണ്ടാവണം. സോ എൽ പർപ്പ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എൽ. സോ നമ്മുടെ 1ഉം 2ഉം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ എന്ന് കിട്ടും. സോറി, ഇനിയിപ്പോൾ എൽ എന്ന് പറയുന്നത് നമ്മളിവിടെ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് എടുത്തിട്ടാണ് ഈ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്.
എൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല, ഇറ്റ് ഈസ് ആൻ ആർബിട്രറി സബ്സ്പേസ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ എൽ പെർ പെർപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വിൽ ബി സെയിം ആസ് എൽ ക്ലോഷർ. Now I am moving on to the next corollary. X എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആണ്. അവിടെയുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ് x1, x2, etc. xn. So this is a linearly independent subset of X. Then there exists f1, f2, etc. fn in dual space such that fi of xj equal to delta ij. Delta ij means this is equal to 1 if I equal to j and 0 if I not equal to j. So delta ij is equal to 1 if I equal to j and 0 if I not equal to j. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യു ടേക്ക് എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എക്സ്, ഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എക്സ്, യു വിൽ ഗെറ്റ് bounded linear functionals f1, f2, etc. fn which takes this fi takes xi to 1 and all others to 0. f2 takes x2 to 1 and all others to 0, etc. fn takes xn to 1 and all others to 0. ഇത് മാത്രമല്ല, ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് x1, x2, etc. xn, ഈ നമ്മളെടുത്തിരിക്കുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസിലെ ഏത് എലമെൻറ്റ് എക്സ് എടുത്താലും നമുക്കറിയാം, സ്പാനിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് x1, x2, etc. xn നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് എക്സ് ആസ് സമ്മേഷൻ I is equal to 1 to n സം സ്കെയിലാർ ഇൻറ്റു xi ഫോമിൽ എഴുതാൻ പറ്റും എന്നറിയാം, ഇൻ എ യുണീക്ക് വേ. സോ ഇവിടുത്തെ ഈ സ്കെയിലാറായിട്ട് വരുന്ന ആൽഫ ഐ fi ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് ഈ റിസൾട്ടിൽ പിന്നെ നമ്മളോട് പറയുന്നത്. സോ എവറി എക്സ് എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് x1, x2, etc. xn ക്യാൻ ബി ഡീകമ്പോസ്ഡ് ആസ് x is equal to summation I is equal to 1 to n fi of x into xi. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യാം. നമ്മുടെ കയ്യിൽ x1, x2, etc. xn എന്ന് പറയുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ഉണ്ട്. അതിലെ ഒരു ഐ നോട്ട്, അതായത് 1, 2, 3 etc. up to n ഇൻഡെക്സുകളിൽ നിന്ന് ഒരു ഐ നോട്ട് ഞാൻ ആർബിട്രറി ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. സോ ഐ നോട്ട് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് 1, 2, 3 etc. up to n and I am fixing that arbitrarily. എന്നിട്ട് ഞാനൊരു സബ് സ്പേസ് ഉണ്ടാക്കുന്നു li നോട്ട്. li നോട്ട് എന്ന് പറഞ്ഞാൽ x1, x2, etc. xn എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിൽ നിന്ന് ഈ ഐ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള xi നോട്ട് മാത്രം ഞാൻ റിമൂവ് ചെയ്തു. ബാക്കിയുള്ള n-1 വെക്റ്റേഴ്സിൻ്റെ സ്പാനിനെയാണ് li നോട്ട് എന്ന് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ li നോട്ട് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1, x2, etc. xn മൈനസ് xi നോട്ട്. ഇവിടെ xi നോട്ട് ഇല്ല, ബാക്കിയുള്ള n-1 ആൾക്കാരുടെ സ്പാൻ. ഇനി എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസസും, ഒരു നോംഡ് സ്പേസിൻ്റെ എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസസും ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഈ li നോട്ട് എന്ന് പറയുന്നത് n-1 ഡയമെൻഷണലാണ്, അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. മാത്രമല്ല അതിൽ xi നോട്ട് ഉണ്ടായിരിക്കില്ല, കാരണം xi നോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരുടെ സ്പാനായിട്ട് എടുത്തിരിക്കണേ നമ്മൾ. മാത്രമല്ല നമുക്ക് തന്നിട്ടുണ്ട് x1, x2, etc. xn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ബാക്കിയുള്ള n-1 ആൾക്കാരെ ഉപയോഗിച്ച് നമുക്ക് എന്തായാലും xi നോട്ടിനെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ xi നോട്ട് li നോട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് ഓഫ് xi നോട്ട് li നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ബിക്കോസ് li നോട്ട് ക്ലോസ്ഡ് ആണ്, ഇത് അതിലില്ലാത്തൊരു എലമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ബൈ കൊറോളറി 5 നമുക്ക് പറയാൻ പറ്റും, there exists some fi naught in x star such that fi naught will take li naught completely to 0 and fi naught of xi naught is equal to d
distance from xi naught to li naught and norm of fi naught equal to 1 അങ്ങനെയൊക്കെയാണ് നമുക്ക് corollary 5 പ്രകാരം കിട്ടേണ്ടിയിരുന്നത്. സോ corollary 5ൽ കിട്ടുന്ന ഫംഗ്ഷൻ സേ എഫ് നോട്ട് ആണ് എന്ന് വിചാരിക്കുക. സോ ഞാൻ ഇവിടെ fi naught ആയിട്ട് എടുക്കുന്നത് എഫ് നോട്ട് ഡിവൈഡഡ് ബൈ ഡി, where this d is distance from xi naught to li naught. ഡിസ്റ്റൻസ് ഫ്രം xi naught to li naught ആണ് d എങ്കിൽ fi naught എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത് എഫ് നോട്ട് ബൈ ഡി എ ആണ്, where f naught is the boundary linear functional obtained from corollary 5. ഓക്കെ, അപ്പോൾ എന്തായാലും എഫ് നോട്ട് ഓഫ് എൽ ഈക്വൽ ടു 0 എഫ് നോട്ട് ഓഫ് എൽ ഐ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഐ നോട്ട് ഓഫ് എൽ ഐ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഐ നോട്ട് ഓഫ് എക്സ് ഐ നോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഡി എന്ന് കിട്ടും, അതായത് 1 ആവും. ഇവിടെ ഞാൻ നോം ഓഫ് എഫ് ഐ നോട്ട് ഈക്വൽ ടു 1 ആണ് എന്ന് പറയുന്നില്ല. ഓക്കെ, നോം ഓഫ് എഫ് ഐ നോട്ട് ഈക്വൽ ടു 1 ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ് എന്ന് ചിന്തിക്കാം. So by corollary 5, there exists an fi naught in x star such that fi naught of li naught equal to 0 and fi naught of xi naught equal to 1. ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഇനി എക്സ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1 x2 എക്സെട്ര xnൽ ഉള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിനെ എനിക്ക് സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai xi എന്ന് എഴുതാൻ പറ്റും. സോ വാട്ട് വിൽ ബി fi naught of x? fi naught of x will be, here fi naught of x will be, fi naught ലീനിയർ ആയതുകൊണ്ട് സമ്മേഷൻ i is equal to 1 to n ai into fi naught of xi എന്ന് കിട്ടും. ഹിയർ i varies from 1 to n അല്ലേ. ഇനി fi നോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് fi naught of li naught equal to 0 ആയിരിക്കും ആൻഡ് fi naught of xi naught will be 1. അപ്പോൾ ഇവിടെ ഒരു ആൾ 0 ആകും, ബാക്കി എല്ലാവരും നമുക്ക് ഈക്വൽ fi naught of xi naught എന്ന് പറയുന്നത് ഇവിടെ 1 ആവും, ബാക്കി എല്ലാ fi naught of xiകളും 0 ആയിരിക്കും. കാരണം li naught നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് xi naught ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ടാണ്. സോ xi naught ഒഴിച്ച് ബാക്കി x1 x2 എക്സെട്ര xnലെ ബാക്കി എല്ലാവരും li naught ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് fi naught of xi എന്ന് പറയുന്നത് i not equal to i naught ആയിരിക്കുമ്പോഴെല്ലാം 0 ആണ്. i equal to i naught ആകുമ്പോൾ ഈ ഭാഗം 1 ആയി പോകും. സോ ദിസ് മീൻസ് fi naught of x എന്ന് പറയുന്നത് ai naught തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ഈച്ച് ഐ നോട്ട് വി ഹാവ് ദിസ്. സോ എക്സ് എന്നുള്ളതിനെ എനിക്ക് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ai xi എന്നുള്ളതിൽ aiക്ക് പകരം എനിക്ക് എഴുതാൻ പറ്റും fi of x എന്ന്. സോ വി ഹാവ് ദിസ് ഡീകമ്പോസിഷൻ. ഇതാണ് നമ്മളോട് കൊറോളറി 7 പറയുന്നത്. സോ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻസ് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യും. സോ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക.